നമസ്കാരം. ഇസ്രായേലിന്റെ പുതിയ സായുധ സേനാ മേധാവിയായി റിട്ടയർഡ് മേജർ ഇയാൽ സമീറിനെ പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലേവി രാജിവെച്ചതോടെയാണ് ഇയാൽ സമീർ നിയമിതനാകുന്നത്. ഗസ വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന് 2 ദിവസത്തിനു ശേഷം ജനുവരി 21-നാണ് ഹെർസി ഹലേവി രാജിവെച്ചത്. ഒക്ടോബർ 7-ന് ഗസയിൽ ആരംഭിച്ച യുദ്ധത്തിലുണ്ടായ സുരക്ഷാ വീഴ്ചയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തായിരുന്നു രാജി. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കെയ്റ്റ്സും മേജർ ഇയാൽ സമീറിന്റെ നിയമനം അംഗീകരിച്ചതായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രസ്താവനയിൽ അറിയിച്ചു. 59-കാരനായ മേജർ ജനറൽ ഇയാൽ സമീർ 28 വർഷം ഇസ്രായേൽ സൈന്യത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സമീർ 2018 മുതൽ 2021 വരെ മിലിറ്ററിയുടെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫായി പ്രവർത്തിച്ചിരുന്നു. മുമ്പ് നെതന്യാഹുവിന്റെ സൈനിക സെക്രട്ടറി ആയിരുന്നു. നിയുക്ത സായുധ മേധാവി മേജർ ഇയാൽ സമീറിനെ മുൻ സായുധ മേധാവി ഹലവി അഭിനന്ദിച്ചു. മാർച്ച് 6-ന് ഹലേവി ഓഫീസ് വിടുമെന്നാണ് വിവരം. അതേസമയം ഇന്നലെ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി 4ാം ഘട്ട ബന്ദി കൈമാറ്റവും നടന്നു. ഹമാസ് ബന്ദിയാക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞിന്റെ അച്ഛൻ ഉൾപ്പെടെ 3 പേരെയാണ് ഇന്നലെ നടന്ന ബന്ദി കൈമാറ്റത്തിൽ ഹമാസ് മോചിപ്പിച്ചത്. ജനുവരി 19-നാണ് ഗസയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത്. 15 മാസം നീണ്ടുനിന്ന യുദ്ധത്തിനാണ് ഇതോടെ അറുതി വന്നത്. കരാർ നിലവിൽ വന്നതിനു ശേഷമുള്ള ആദ്യഘട്ട ബന്ദി കൈമാറ്റത്തിൽ 3 പേരെയായിരുന്നു ഹമാസ് വിട്ടയച്ചത്.